ഫ്രണ്ട്സ്, വണ്ടി ഇന്നോവ ക്രിസ്റ്റയാണ്. 2017 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ ഹെവി ആയിട്ട് നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഡോർ പാഡ് സീറ്റ് കംപ്ലീറ്റും ഹെവി നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു റഫ്നെസ്സാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കട്ട് റോട്ടിലൊക്കെ പോകുമ്പോൾ പടപടപടപടാന്ന് അടിക്കുകയാണ്. എന്താ വെച്ചാൽ ഷോക്കിൻ്റെ ഒരു ആക്ഷൻ കറക്റ്റായിട്ട് കിട്ടാത്തത് പോലെയാണ് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത്, ഫ്രണ്ടായാലും ബാക്കായാലും. അതുകൊണ്ട് ബോഡി മൊത്തം ബർറെന്നൊരു സൗണ്ടും, അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും പോയാലൊരു സൗണ്ട് വരുമല്ലോ, ആ ഒരു സൗണ്ട് ഇതിനകത്ത് നല്ലോണം ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് എന്തായാലും ഷോക്ക് എന്തായാലും മാറണം. ഷോക്കിൻ്റെ മൗണ്ടും നല്ലോണം ഓവലായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഷോക്കും ബാക്ക് ഷോക്കും മാറണം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് എന്നുള്ളത് പക്കയായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് ഇതിനകത്ത്. ഇതിലിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ ഫ്രണ്ട് 2 ഷോക്ക് മാറണതിനകത്ത്, അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് മാറണം. ബാക്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല, ബ്രേക്ക് ഷോ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ബാക്കിൽ ഷോക്കും ഇത്രയും സാധനമാണ് നമുക്ക് മാറാനുള്ളത്. ഫ്രണ്ട് ഷോക്ക്, ബാക്ക് ഷോക്ക്, ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ്, അതുപോലെ തന്നെ എൻജിൻ ബെഡ് ചെറിയൊരു വീക്ക് ഉണ്ട്, അതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ റിയറിലെ 2 കോമ്പിനേഷൻ നമുക്ക് മാറാനുണ്ട്. നമുക്ക് ഇതിടുമ്പോൾ ഗബ്രിയലിൻ്റെ ഷോക്ക് തന്നെ നമുക്ക് ഇതിനകത്ത് കയറ്റാം. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല. സസ്പെൻഷൻ ലോവർ ആം ബുഷ്കിറ്റോ അപ്പർ ആം ബുഷ്കിറ്റോ അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതിനകത്ത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഷോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, ഗബ്രിയലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റഡ് മൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് OE തന്നെ എടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ ഒറിജിനൽ പാർട്സ് തന്നെ സ്റ്റഡ് മൗണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻജിൻ ബെഡ് അതും ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എൻജിൻ ബെഡ് 2 എണ്ണം. ഇത് ഗിയർ ബോക്സ് ബെഡാണ്, അത് OE തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇന്നോവയുടെയും ക്രിസ്റ്റൻ്റെയും ചെറിയൊരു വ്യത്യാസമുണ്ട് മൗണ്ടിങ്ങിൽ, അപ്പോൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതും OE 2 ഗിയർ ബോക്സ് ബെഡും ഒറിജിനൽ തന്നെയാണ്. ഷോക്ക് മാത്രം നമ്മൾ ഗബ്രിയൽ, ബാക്കിയെല്ലാം OE തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ബ്രേക്ക് പാഡ് TVSൻ്റെയാണ് ബ്രേക്ക് പാഡ് എടുത്തിരിക്കുന്നത്. 1900 രൂപ വരുന്നുണ്ട് ബ്രേക്ക് പാഡ്. അപ്പോൾ എന്നാലും നമുക്ക് ഇനിയിപ്പോൾ കയറ്റാൻ ക്രിസ്റ്റയുടെ ഏകദേശം വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ മെയിനായിട്ട് ചെയ്ത് നമ്മൾ എൻജിൻ ബെഡ് മാറി, ഗിയർ ബോക്സ് ബെഡ് മാറി, ഫ്രണ്ടിലെ ഷോക്ക്, റിയർ ഷോക്ക് മാറിയിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. അത് സാധനം എത്തിയിട്ടില്ല, എന്നൊരു 11 മണിയാകുമ്പോഴേക്ക് എത്തുള്ളൂ. അപ്പോൾ അതും കൂടെ മാറാനുണ്ട്. പിന്നെ ബാക്കിയുള്ള ഏകദേശം കസ്റ്റമറുടെ മെയിൻ കംപ്ലയിൻറ്റ് ഇൻറ്റീരിയൽ സൗണ്ട് ബുർറെന്നുള്ളൊരു സൗണ്ടാണ്. ഒരു ക്രിസ്റ്റയുടെ ഓടിക്കുന്ന ഒരു ഫീലില്ല. വേറെ ഏതൊരു വണ്ടി ഓടിച്ച് നമ്മൾ റഫായിട്ട് ഓടിക്കുന്ന ഒരു വണ്ടി ഓടിക്കുന്ന മാതിരിയാണ് ഫീൽ ഉണ്ടായിരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും സൗണ്ട് ഉള്ളിനകത്ത് ബർറ് എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ അതുപോലെ നമ്മുടെ ബോണറ്റിൻ്റെ ഹിഞ്ചസിൻ്റെ സൗണ്ട്, അങ്ങനെ ഒരുപാട് സൗണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ പാച്ചുകളും കാര്യങ്ങളും ഒരുപാട് ഓൾട്രേഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സീറ്റിന് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, ഒരു സ്പേസർ വെച്ചിട്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് മാത്രമല്ല, സീറ്റിൻ്റെ ബോൾട്ടുകൾ എല്ലാം ലൂസായിരുന്നു, കടപെടാന്ന് കിടക്കായിരുന്നു. പിന്നെ ഹിഞ്ചസ് ഇട്ടത് ശരിയായിട്ടില്ല, പിന്നെ അത് ശരിയാക്കി. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് ഇട്ടിരിക്കുന്നത് ക്രിസ്റ്റയുടെ ബ്രേക്ക് പാഡ് വേറെയാണ്, ഇന്നോവയുടെ ബ്രേക്ക് പാഡ് വേറെയാണ്. ഇന്നോവയുടെ ബ്രേക്ക് പാഡാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മാറ്റി ക്രിസ്റ്റയുടെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇന്നോവയുടെ ബ്രേക്ക് പാഡ് ഇതിനകത്ത് കയറും, പക്ഷേ അതിന് വീതി കുറവാണ്, ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും. അതുപോലെ തന്നെ ചെറിയൊരു നോയ്സും അതിനകത്ത് ഉണ്ടാക്കും. ഞാൻ കാണിച്ചു തരാം പാഡ്. ക്രിസ്റ്റയുടെ ഞാൻ കയറ്റി ഇതിനകത്ത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കയറ്റുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കയറ്റി. അത് 2 ലെഗായിട്ടാണ് വരിക. ഒരു ലെഗിൽ സെൻറ്ററിൽ ഒരു ഗ്രൂവ് ആയിട്ടും 2 സൈഡിലും ലെഗായിട്ടാണ് വരിക. നല്ല വീതിയും ഉണ്ടാവും അതിനകത്ത്. പക്ഷേങ്കിൽ ഇതിൽ കയറ്റിയിരിക്കുന്നത് അതിൻ്റെ ആയിരുന്നു, ഇന്നോവയുടെ ആയിരുന്നു. ഇന്നോവയുടെ സാധാ ഒരു ലെഗല്ലേ വരുള്ളൂ, അതായിരുന്നു ഇതിനകത്ത്. പക്ഷേ കയറും, ബ്രേക്ക് കറക്റ്റ് പാഡ് കയറും, പക്ഷേ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അത് ചേഞ്ച് ചെയ്ത് ക്രിസ്റ്റയുടെ തന്നെ കയറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാ സീറ്റ് ബോൾട്ടും ടൈറ്റ് ചെയ്ത്, ഡോർ പാഡുകൾ ടൈറ്റ് ചെയ്ത്, പിന്നെ ഹിഞ്ചസ് ശരിയാക്കി, അങ്ങനെയൊക്കെ ആക്കിയപ്പോൾ തന്നെ ഏകദേശം ഒരു 90% സൗണ്ട് പോയിട്ടുണ്ട് ഇപ്പം. എന്നാലും ചെറിയ സൗണ്ട് ബാക്കിൽ നിന്ന് വീണ്ടും ഗുറുന്ന് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് ഇനിയൊന്ന് കൺഫേം ആയിട്ട് നോക്കണം. ഞാനിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഓടിച്ച് നോക്കിയാണ് ഇനി സൗണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് ഇനി ഷോക്ക് മാറാനുണ്ട്, വന്നിട്ട് അത് മാറ്റുള്ളൂ. പിന്നെ ഡ്രൈ ബെൽറ്റ് മാറാനുണ്ട്, അതും വന്നിട്ടില്ല, അതും മാറ്റണം. അങ്ങനെ കുറച്ച് വർക്കുകളൂടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഫിനിഷായി, സൗണ്ടുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയി. എല്ലാ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ സൗണ്ടുകൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3rd ഗിയർ ഇട്ടിട്ട്, അല്ലെങ്കിൽ 3rd ഗിയർ ഇട്ടിട്ട് പെട്ടെന്ന് 4th ഗിയർ ഇട്ടിട്ട് നമുക്ക് എടുക്കുമ്പോൾ വണ്ടി ചെറിയൊരു ജെർക്കിങ് വരും, ബുർറെന്നൊരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു.
അത് മാക്സിമം പോയിട്ടുണ്ട്. അത് എഞ്ചിൻ ബെഡും നമ്മൾ മാറി, എഞ്ചിൻ ബെഡും വീക്കുണ്ട്, ഗിയർ ബോക്സ് ബെഡും വീക്കുണ്ട്, അതൊക്കെ മാറ്റിയപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം കസ്റ്റമർക്ക് അത്രയും കണ്ടീഷനായിട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്ന വണ്ടി നമുക്ക്. അപ്പോൾ കസ്റ്റമർക്ക് അത്രയും പെർഫെക്റ്റ്ലി വേണം, ആ സൗണ്ട് കംപ്ലീറ്റ് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഒറിജിനൽ പാർട്സ് തന്നെ വേണമെന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാം OE തന്നെ ഇട്ടിരിക്കുന്നത്. ഷോക്കിൻ്റെ കാര്യം മാത്രം ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഷോക്കൊക്കെ നല്ല വിലയുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു ഗബ്രിയൽ ഇട്ടാൽ മതി, അത് തന്നെ ആണ് OE വരുന്നത്. ഗബ്രിയൽ മോൺട്രോയും ഇതിനെ മോൺട്രോയാണ് OE വരുന്നത്. എന്നാൽ നമുക്ക് ഗബ്രിയൽ ഇട്ട് അത്രയും ഒരു പെർഫെക്ഷൻ ഉണ്ടാവും ഇതിനകത്ത്. നല്ല ഷോക്കാണ്, കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്ത് ഞാൻ ഇടുന്നതാണ്. മോൺട്രോനേക്കാളും എനിക്ക് ബെറ്ററായി തോന്നിയത് ഗബ്രിയലാണ്. അതിനേക്കാളും വലുത് ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഞാൻ ഗബ്രിയൽ യൂസ് ചെയ്യുന്ന ഓക്കെയാണ് സാധനം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിൽ ആ ചെറിയൊരു സൗണ്ടും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം ഓക്കെ എന്തായി എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബോഡി വൈബ്രേഷനാണ്. അത് ഫുള്ള് നമ്മൾ റീസോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് സൗണ്ട് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല എഞ്ചിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും വീക്കായിരിക്കുമായിരുന്നു, ഹാർഡായിട്ടിരിക്കുമായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റും മാറ്റി ഇപ്പോൾ കംപ്ലയിൻറ്റ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ കസ്റ്റമറിനെ ഇരുത്തി ഓടിച്ചു, വണ്ടി കംപ്ലയിൻ്റ് ഒന്നുമില്ല. സ്റ്റിയറിങ്ങിൻ്റെ കോളത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്, അത് നെക്സ്റ്റ് സർവീസിൽ ചെയ്യാന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിക്ക് ചെയ്യാൻ നമുക്ക് അത് മാത്രമേ ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ ഓടിച്ചാൽ തന്നെ അതിൻ്റെ കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കാര്യമായിട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ റഫ് റോട്ടിൽ ഓടിച്ച് നോക്കി ആ സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ഫൈസക്ക് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചതിൽ? ഓക്കെയാണ്. സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ട് മാറ്റിയ സാധനങ്ങൾ എന്ന് പറയുന്നത് ബാക്കിലല്ലേ? അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മാറ്റിയിരിക്കുന്നത്. 2 ഷോക്ക്, അതുപോലെ റിയറിൽ 2 ഷോക്ക്, പിന്നെ ഗിയർ ബോക്സ് ബോർഡ്. ഞാൻ ഗബ്രിയലിനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ, പക്ഷേ ഗബ്രിയലിൻ്റെ ഷോക്ക് ഇതിലേക്ക് സ്യൂട്ട് ആവില്ല. ഓൾറെഡി ഇന്നോവയുടെ ആണ് ആ ഒരു മോഡൽ വരുന്നത്, പക്ഷേ അത് ഇതിലേക്ക് കയറില്ല. പിന്നെ ഞാൻ മോൺട്രോയുടെ ഷോക്ക് തന്നെ ക്രിസ്റ്റയുടെ തന്നെ മേടിച്ച് ഇട്ടിട്ടുണ്ട്. അത് മോൺട്രോയുടെ തന്നെയാണ് OE വരുന്നത്, മോൺട്രോയുടെ ഷോക്ക് തന്നെയാണ്. ഫ്രണ്ട് ഷോക്ക് ഗബ്രിയലാണ് OE വരുന്നത് ഇതിനകത്ത് കിടക്കുന്നത്. അതായത് ഗബ്രിയൽ തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ റിയറിലെ 2 കോമ്പിനേഷൻ മാറ്റിയിട്ടുണ്ട്. ഈ 2 കോമ്പിനേഷൻ അത് OE തന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഗിയർ ബോക്സ് ബെഡും എഞ്ചിൻ ബെഡൊക്കെ നമ്മൾ ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.